ഉണ്ണിമുകുന്ദൻ, ഹനീഫ് അദീനി കൂട്ടുകെട്ടിലിറങ്ങിയ മാർക്കോ ഇന്ത്യൻ സിനിമയിൽ തന്നെ സമീപകാലത്തിറങ്ങിയ വിജയ ചിത്രങ്ങളിലൊന്നാണ്. മലയാളത്തിൽ നിന്നും ഇതിലും കളക്ഷൻ നേടിയ ചിത്രങ്ങൾ നിരവധി വന്നിട്ടുണ്ടെങ്കിലും മറുഭാഷാ പ്രേക്ഷകരടക്കം തിയേറ്ററുകളിലെത്തി കണ്ട മലയാള ചിത്രങ്ങൾ മാർക്കോയെപ്പോലെ അധികമില്ല. ബോളിവുഡിൽ ഏറ്റവും കൂടുതൽ തിയേറ്റർ കളക്ഷൻ നേടിയ മലയാള ചിത്രവുമാണ് മാർക്കോ. ഇപ്പോഴിതാ കലീസ് സംവിധാനം ചെയ്ത വരുൺ ധവാൻ നായകനായ ബോളിവുഡ് ചിത്രം ബേബി ജോണുമായി താരതമ്യം ചെയ്തുള്ള മാർക്കോയുടെ കളക്ഷൻ റിപ്പോർട്ടുകളാണ് ശ്രദ്ധ നേടുന്നത്. വിജയ് നായകനായെത്തിയ അറ്റ്ലി ചിത്രം തെരിയുടെ റീമേക്കാണ് ബേബി ജോൺ. മലയാളം പതിപ്പിനൊപ്പം ഡിസംബർ 20-നാണ് മാർക്കോയുടെ ഹിന്ദി പതിപ്പും തിയേറ്ററുകളിലെത്തിയത്. ഡിസംബർ 25-നാണ് ബേബി ജോൺ റിലീസ് ചെയ്തത്. ഹിന്ദി പ്രേക്ഷകർക്കിടയിൽ മാർക്കോ ട്രെൻഡായതോടെ ബേബി ജോണിന് മികച്ച അഭിപ്രായം നേടാനായില്ല. ഏറ്റവും പുതുതായി പുറത്തിറങ്ങിയ കളക്ഷൻ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. എല്ലാ ഭാഷാ പതിപ്പുകളിൽ നിന്നുമായി ബേബി ജോൺ ചൊവ്വാഴ്ച നേടിയത് വെറും 22 ലക്ഷമാണെങ്കിൽ അതേ ദിവസം മാർക്കോ 1.65 കോടിയാണ് എല്ലാ ഭാഷകളിൽ നിന്നുമായി നേടിയത്. അതായത് ബേബി ജോണിനേക്കാൾ 7.5 മടങ്ങ് അധികം കളക്ഷൻ. ഇന്ത്യൻ കളക്ഷനിൽ ബേബി ജോൺ ഇതുവരെ നേടിയത് 38.95 കോടിയാണെങ്കിൽ മാർക്കോ നേടിയത് 63.5 കോടിയാണ്. അതേസമയം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് മാർക്കോ 100 കോടി ഗ്രോസ് പിന്നിട്ടിരുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.